ഈ ലോകകപ്പിന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കളികളുടെ ഒരു ബ്യൂട്ടി ഡിഫൈൻ ചെയ്ത മാച്ച് എന്ന് പറയുന്നത് അർജന്റീനയുടെ കളിയായിരുന്നു. എന്നാൽ അതിന് എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കൈനറ്റിക് മൊമെന്റോ ഒക്കെ ഉള്ള കളിയാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക്, അതായത് ഈ ടൂർണമെന്റിന്റെ ഭാവിയെ പറ്റി പറയാൻ പറ്റുന്ന രീതിയിൽ ഫ്രാൻസ് കളിച്ച രീതി, പിന്നെ ഒരു അട്ടിമറി സാധ്യതയുള്ള നോർവേ, ആ മൂന്ന് ടീമുകളും ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് അർജന്റീനയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. കാരണം എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു റിസോഴ്സ് അതിനകത്തുണ്ട്. പക്ഷെ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വശങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ടൊന്ന് ദിലീപ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ചിലപ്പം മെസ്സി എന്നുള്ള വലിയൊരു പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ സ്പേസിൽ നിന്നുകൊണ്ട് വലിയ മാന്ത്രികത സൃഷ്ടിക്കുന്ന ആൾ. അതേ ദിവസത്തിൽ കിലിയൻ എംബാപ്പെ ആണെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ സ്വാധീനമായി മാറുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഹാലൻഡ് ആണെങ്കിൽ, ഏർലിംഗ് ഹാലൻഡ് ആണെങ്കിൽ ഒരു മെഷീൻ്റെ പെർഫെക്ഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറുമാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫിലോസഫിക്കൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ഒരു ഫുട്ബോളിംഗ് ഫിലോസഫിന്റെ വെച്ചിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? അർജന്റീനയ്ക്ക് വലിയൊരു ഫുട്ബോളിംഗ് ഫിലോസഫി ഒന്നും ഇല്ല. ഇപ്പൊ മെസ്സിക്ക് ബോൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ ഇപ്പൊ വലിയൊരു വ്യത്യാസമാണ്. ഇപ്പൊ പോർച്ചുഗൽ ടീമിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ കഥകൾ പലതും പുറത്തുണ്ട്. ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസിനും ബെർണാർഡോ സിൽവയ്ക്കും ജാവോ നെവസിനും ഒക്കെ റൊണാൾഡോ ആയിട്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കഥകളും. എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ മീഡിയ കുറെ ഉണ്ടാക്കി വിടും ചെയ്യും. പക്ഷെ ഈ അർജന്റീന ടീമിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഈ കളിക്കാർക്കൊക്കെ അറിയാം അവിടെയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ജാവോ നെവസ് 21 വയസ്സിൽ 2 ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു കഴിഞ്ഞു. ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലോകത്തെ ഏറ്റവും വലിയൊരു ക്ലബിന്റെ ക്യാപ്റ്റനാണ്. ബെർണാർഡോ സിൽവ ജയിക്കേണ്ടതെല്ലാം സിറ്റിയുടെ കൂടെ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ അവരും സൂപ്പർ സ്റ്റാർസ് ആണ്. അപ്പൊ അവർക്ക് ഇത് റൊണാൾഡോന്റെ ടീമാണെന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല. അവർക്കും ഒരു റോൾ ഉണ്ടെന്ന്, അത്ര ഈഗോ ഉള്ള കളിക്കാരാണ്. ഇവിടെ അതല്ല. ഇവിടെ മെക്കാലിസ്റ്ററിന്റെ കഴിഞ്ഞ കളി കഴിഞ്ഞിട്ടുള്ള അഭിമുഖം കണ്ടു കഴിഞ്ഞാല് വളരെ വ്യക്തമാണ്. ഈ കളിക്കാർക്കൊക്കെ അറിയാം ഇവരൊന്നും ഒരു വേൾഡ് കപ്പിന്റെ അടുത്ത് പോലും എത്തില്ല മെസ്സി ഇല്ലാതെ. ഈ കംപ്ലീറ്റ് സ്ക്വാഡ്, ഇവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു കഴിവില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള അർജന്റീന ടീംസ് 90-കളില് 2000-ലൊക്കെ, അതിലൊക്കെ സൂപ്പർ താരങ്ങളായിരുന്നു. വെറോൺ, റിക്കൽമെ, റെഡോണ്ടോ, ബാറ്റിസ്റ്റൂട്ട, പ്രത്യേകിച്ചും അങ്ങനത്തെ അനേക കളിക്കാർ. ആ ക്വാളിറ്റിയുള്ള ഒരു ഒറ്റ കളിക്കാരൻ ഈ സ്ക്വാഡിലില്ല, മെസ്സി മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അപ്പൊ ഇവർക്കൊക്കെ അറിയാം മെസ്സി കാരനാണ് ഞങ്ങൾ ലോക ചാമ്പ്യന്മാരായത്. അപ്പൊ അതിന്റെ കടപ്പാടും നന്ദിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് അവര് ഈഗോ ഇല്ലാതെ കളിക്കുകയും ചെയ്യും. അതാണ് ഈ രണ്ട് സ്ക്വാഡും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. ഇന്നിറങ്ങുന്നതിൽ അതുപോലെ തന്നെ നമ്മൾ അന്ന് പിന്നെ ഈ കഴിഞ്ഞ കളികളിൽ ഒരു വളരെ ഇതായിട്ടുള്ള കളി എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ അന്നത്തെ സെനഗലായിട്ടുള്ള കളിയാണ്. ശക്തരായ 2 ടീമുകൾ തമ്മിലുള്ള മത്സരം. ഇന്ന് വീണ്ടും ഇറങ്ങുന്നുണ്ട് കളിക്കളത്തിലേക്ക്. അപ്പം ഈ പറഞ്ഞ ഒരു വലിയൊരു കൈനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ, കിലിയൻ എംബാപ്പയുടെ. അതും മെസ്സിയുടെതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? എംബാപ്പെ പക്ഷെ അങ്ങനെ ഒരു 1 മാൻ ടീമൊന്നും അല്ല. എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഫ്രാൻസ് സ്ക്വാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരന് മൈക്കിൾ ഒളീസൺ. എന്താ വെച്ചാൽ ഒളീസണ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എംബാപ്പെ അത് ഫിനിഷ് ചെയ്യാനാണ് അവിടെ ഉള്ളത്. അപ്പൊ എപ്പോഴും ആ ക്രിയേറ്റീവ് ഫോഴ്സിനാണ് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുക. പക്ഷെ എംബാപ്പെ ഉള്ളിടത്തോളം കാലം ഫ്രാൻസ് ഒരു കളിയിൽ നിന്നും പുറത്തല്ല. അപ്പൊ കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ കണ്ടു, 60 മിനിറ്റ് ഒന്നും ചെയ്യാത്ത ടീം പെട്ടെന്ന് ഓണായി സമനിലയിലെത്തി എക്സ്ട്രാ ടൈമിൽ ജയിക്കാൻ വരെ ചാൻസ് ഉണ്ടായിരുന്നു. അത് എംബാപ്പയുടെ ഫിനിഷിങ് കാരണം. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ് ഫ്രാൻസ്. പക്ഷെ അവർക്ക് കുറേം കൂടി ഓപ്ഷൻസ് ഉണ്ട് എല്ലാ പൊസിഷനിലും. അർജന്റീനയുടെ ഒന്നും ഓപ്ഷൻസ് ഉള്ള ഒരു ടീമാണ്. ഈ നോർവേയുടെ ഹാലൻഡോ അതൊരു പ്രധാന കളിയായിരിക്കും ഇന്നത്തെ. എന്താ വെച്ചാൽ സെനഗലിന് പ്രത്യേകിച്ചും ഇത് ജയിക്കാതെ ഒരു നിർത്തിയില്ല. അവസാന കളി വരെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറെ ഗോളിനൊക്കെ ജയിക്കേണ്ടി വരും ഇറാഖിനെതിരെ. അതൊരു റിസ്ക് ആണ് എപ്പോഴും. ഇതിപ്പോ ഫ്രാൻസിനോട് തോറ്റതിന് ശേഷം നോർവേക്കാണെങ്കിൽ ഒരു സമനില മതി അടുത്ത റൗണ്ടിലെത്താൻ. അപ്പൊ സെനഗലിന് എന്തായാലും ഇത് ആദ്യ മിനിറ്റ് തൊട്ട് എങ്ങനെ കളിക്കണം എന്ന് ആലോചിച്ചിട്ട് ഇറങ്ങണം ആദ്യം. എന്താ വെച്ചാൽ അധികം ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ ഇവര് നിങ്ങളെ കൊല്ലും. ഓഡിഗാർഡിന്റെ ത്രൂ ബോളും ന്യൂസയുടെ പേസും പിന്നെ അവിടെ ഫിനിഷ് ചെയ്യാൻ ഹാളൻഡാണ്, സോളോത്തും ഉണ്ട് അവിടെ ഫ്രണ്ട് ലൈനിൽ. അപ്പൊ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീം. അപ്പൊ എനിക്ക് തോന്നുന്നത് സെനഗൽ തുടങ്ങുന്നത് വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും. പ്രത്യേകിച്ച് ലമീൻ കമറ അങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സിന് ഓഡെഗാർഡിന്റെ പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യേണ്ടി വരും. ഫുൾ ബാക്സിന് ന്യൂസെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും.
പിന്നെ സെന്റർ ബാക്സിന് കൂലിബാലിക്കൊക്കെ നല്ല പണി കിട്ടണ ദിവസമാണ് ഇന്ന് ഹാളൻഡിനെ നോക്കാൻ. അപ്പൊ അത് അവര് തുടങ്ങേണ്ട അങ്ങനെ ഒരു കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ പിന്നെ അവർക്ക് കളിക്കാതെ ഒരു നിർത്തില്ല. എന്താ വെച്ചാൽ ചുരുങ്ങിയത് ഒരു പോയിന്റെങ്കിലും വേണം ഈ കളിയിൽ നിന്ന്. പിന്നെ നമ്മൾ കളീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓസ്ട്രിയ എത്രമാത്രം ത്രെട്ടനിങ് ആയിരിക്കും പിന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം? ഓസ്ട്രിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പേടിക്കേണ്ട ഒരു യൂറോപ്യൻ ടീമാണ്. അവരുടെ വളരെ ഹൈ പ്രസ്സിങ്, ഹൈ ഇന്റൻസിറ്റി ഒരു ഗെയിം. ഈ കളി തീരുമാനമാകുമ്പോൾ മിഡ്ഫീൽഡിലാണ്. എന്താ വെച്ചാൽ മിഡ്ഫീൽഡിൽ നിന്നാണ് ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും മെക്കാലിസ്റ്ററും ഒക്കെ മെസ്സിയെ ഫീഡ് ചെയ്യുന്നത്. അത് ഓസ്ട്രിയക്ക് അവരുടെ പ്രസ് വെച്ചിട്ട് അത് തടുക്കാൻ പറ്റുമോ? പക്ഷെ അർജന്റീനയ്ക്ക് മാർട്ടിനസ് മുന്നിലുള്ള കാരണം പ്രസ് ബ്രേക്ക് ചെയ്യാൻ ലോങ് ബോൾ കൊടുക്കാൻ പറ്റും. മാർട്ടിനസിന് ബോൾ ഹോൾഡ് അപ്പ് ചെയ്യാനുള്ള കഴിവും ഒറ്റയ്ക്ക് അവിടെ കളിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു നല്ലൊരു ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും എങ്ങനെ ആ മിഡ്ഫീൽഡ് ഓസ്ട്രിയ വരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുള്ളത്. നമ്മളിപ്പം ഫ്രാൻസിന്റെ ഇറാഖുമായിട്ടുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സൈഡഡ് കളി പോലെ ആയി പോവോ? അല്ലെങ്കിൽ ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല പ്രതിരോധം ഉണ്ടാവുമോ ഇപ്പോഴത്തെ ഫ്രാൻസിന്റെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ? ഫ്രാൻസ് ജയിക്കേണ്ട കളിയാണ്. പക്ഷെ ഇറാഖ് അവരുടെ ആദ്യത്തെ കളിയിൽ നോർവേക്കെതിരെ നന്നായി കളിച്ചു. ഒരു മിസ്റ്റേക്ക് വരണവരെ അവർ ശരിക്കും പിടിച്ചു നിന്നതാണ്. അപ്പൊ അവരും വളരെ ബുദ്ധിമുട്ടൊരു ആയൊരു റൂട്ട് കൂടിയാണ് ഈ ലോകകപ്പ് എത്തിയിട്ടുള്ളത്. ആ കളിക്കാർ ആ വാശിയോടുകൂടി തന്നെ കളിക്കണമുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു വൺ സൈഡ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ മുഴുവൻ ഫ്രാൻസിന്റെ കൂടി തന്നെ ആയിരിക്കും. പക്ഷെ അവരങ്ങനെ സറണ്ടർ ചെയ്യാൻ പോണ ഒരു ടീമൊന്നും അല്ല ഇറാഖ്. ജോർദാനും അൾജീരിയയും തമ്മിലുള്ള കളിയാണ് മറ്റൊരു കളിയിൽ നിന്ന് നടക്കാൻ പോകുന്നത്. അതിനകത്ത് അൾജീരിയയെ കുറിച്ച് സംസാരിക്കുമ്പം ദിലീപ് പറയുന്നുണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫുൾ സ്ക്വാഡ് അല്ല ഇറങ്ങിയത്. മാത്രമല്ല ഇറക്കുന്നത് തന്നെ നോക്കിയിട്ടുള്ള ഒരു വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അവർ ഈ കളിയുടെ മേധ മുഴുവനാണ് അവരുടെ എല്ലാ പ്രതീക്ഷയും വെച്ചിട്ടുള്ള ജോർദനെ തോൽപ്പിക്കുന്നുള്ള അസംഷനിൽ. അത് കാരണം റിയാദ് മാഹ്റസും അമൂറൊന്നും കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഈ കളി അവരെന്തായാലും ജയിക്കണം, അല്ലെങ്കിൽ പിന്നെ വളരെ ടഫാവും. പിന്നെ അവർക്ക് ഓസ്ട്രിയയാണ് പോയി കളിക്കേണ്ടത്. അപ്പോ ജോർദാൻ മിഷൻ നല്ല ടീമാണ്. ഏഷ്യയിലത്തെ ഏറ്റവും ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുള്ള രണ്ട് ടീമുകൾ, ഒന്ന് ഉസ്ബെക്കിസ്ഥാനും ഒന്ന് ജോർദാനാണ്. അപ്പൊ അവർക്ക് നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ട്, ഗോൾ അടിക്കാൻ കഴിവുള്ള 2-3 ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ടീമിനെ എപ്പോഴും പേടിക്കണം. അവര് എത്ര കുറച്ച് ബോൾ അവരുടെ അടുത്ത് ഉണ്ടെങ്കിലും അവർക്ക് ആ കൗണ്ടറിൽ ഗോൾ അടിക്കാൻ പറ്റും. ഇപ്പൊ പല ടീംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഗോൾ അടിക്കാനുള്ള കഴിവ് മാത്രമില്ല. പക്ഷെ ജോർദൻ അങ്ങനത്തെ ടീമല്ല. അപ്പൊ അൾജീരിയ അധികം മുന്നേറാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൗണ്ടറിൽ ഗോൾ അടിക്കാൻ എനിക്ക് ചെറിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു കളിയാണിത്. എന്നുവെച്ചാൽ അൾജീരിയ എല്ലാ ശ്രദ്ധയും ഈ കളിയിൽ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. ജോർദൻ ആണെങ്കിൽ ക്രിക്കറ്റിൽ പറയുന്ന പോലെ ഒരു ഫ്രീ ഹിറ്റ് ആണ് ശരിക്കും. അവരുടെ അടുത്തുനിന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ല, അവരുടെ കളിക്കാരുടെ പ്രതീക്ഷ അല്ലാതെ അവരെന്ത് നേടിയാലും ഒരു ബോണസ് ആണ് ശരിക്കും. അപ്പോൾ ഇന്നത്തെ കളികൾ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം അർജന്റീനയ്ക്കും ഫ്രാൻസിനും നോർവേക്ക് നല്ല കളിയായിരിക്കും എന്തായാലും, അങ്ങനെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അൾജീരിയയുടെയും ജോർദാന്റെയും കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ അർജന്റീന ഫ്രാൻസ് ഈ 2 കളികളുണ്ടല്ലോ, ആ കളികളിൽ എങ്ങനെയാണ് ദിലീപ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അർജന്റീന ജയിക്കും, പക്ഷെ അത് വളരെ, എൻ്റെ അഭിപ്രായത്തിൽ അത് ടൈറ്റ് ആയിട്ടുള്ളൊരു കളിയായിരിക്കും. ഇപ്പൊ ഓസ്ട്രിയയുടെ കളിക്കാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ സാബിറ്റ്സർ ഇപ്പൊ 100ാമത്തെ കളിയാണ് കളിക്കുന്നത്. മാർക്കോ ആർണോട്ടോവിച്ച് മിക്കവാറും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ എല്ലാ കാലത്തെയും അവരുടെ ലീഡിങ് സ്കോററാണ്. ഓസ്ട്രിയ ആണെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലത്തെ ചില ഏറ്റവും മികച്ച ഫോർവേഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം. ഹാൻസ് ക്രാങ്കിൾ, ടോണി പോൾസ്റ്റർ, അങ്ങനെ കുറെ കളിക്കാർ. കുറെ കാലം മുമ്പ് മത്തായസ് സിൻഡ്ലാർ എന്ന് പറഞ്ഞ വണ്ടർ ടീമിന്റെ ഫോർവേഡ്. അപ്പൊ അങ്ങനത്തെ കുറെ ഒരു ചരിത്രമുള്ള രാജ്യം. പക്ഷെ അവിടെ ടോപ്പ് സ്കോററാണ് ഇപ്പൊ ആർണോട്ടോവിച്ചിന് ആ ഫിസിക്കൽ പ്രസൻസും ഉണ്ട് ഈ അർജന്റൈൻ സെന്റർ ബാക്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള. അപ്പൊ അതൊരു ടൈറ്റ് ഗെയിം ആയിരിക്കും. പക്ഷെ അർജന്റീനയ്ക്ക് ജയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ആ ഓസ്ട്രിയൻ പ്രസ് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുള്ള കളിക്കാരുണ്ട്. ഫ്രാൻസ് ജയിക്കും. ഇറാഖിനെതിരെ ഫ്രാൻസ് ജയിക്കുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. അതിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള കളി മിക്കവാറും നോർവേ സെനഗൽ ആയിരിക്കും. അത് 2 വളരെ വ്യത്യസ്തമായ സ്റ്റൈൽസും, അത് സെനഗൽ എന്ത് ടാക്ടിക്സ് ആയിട്ട് വരുന്നു നമുക്ക് കണ്ടറിയാം.
ഇന്നലത്തെ കളികൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈജിപ്തിന്റെ വിജയമാണ്. കാരണം വെച്ചാൽ ഈജിപ്ത് എപ്പോഴും പ്രതിഭാധനന്മാരായിട്ടുള്ള കളിക്കാരുണ്ടായിട്ടുണ്ട്. മാത്രമല്ല മുഹമ്മദ് സാലയെ പോലെയുള്ള അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള കളിക്കാരുണ്ട്. അപ്പൊ ഇന്നാണ് ശരിക്കും അങ്ങനത്തെ ഒരു റെക്കോർഡ് അവർക്ക് ഇടാൻ പറ്റുന്നത്. 92 കൊല്ലത്തിന് ശേഷം. അപ്പൊ അതെങ്ങനെയാണ് ദിലീപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും അത്? ആദ്യ പകുതി തുടങ്ങിയപ്പോ ശരിക്കും ന്യൂസിലൻഡിനായിരുന്നു 1-2 നല്ല ഹാഫ് ചാൻസസ് ഉണ്ടായിരുന്നു. സർബ്ജിത് സിംഗ് ഒരു ഷോട്ട് കുറച്ച് വൈഡായിട്ട് അടിച്ചു. പിന്നെ അവർ ആദ്യം ഗോള് നേടും ചെയ്യുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് പീസിന്ന് ക്രിസ് വുഡിനെ നോക്കണം. പക്ഷെ ക്രിസ് വുഡ് അല്ല, സെന്റർ ബാക്കാണ് വന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കിയത്. പക്ഷെ രണ്ടാം പകുതിയിൽ ശരിക്കും ഈജിപ്ത് പിന്നെ പാനിക് ചെയ്തില്ല. അവർ രണ്ടാം പകുതിയിൽ ശരിക്കും നന്നായി തിരിച്ചു വന്നു. സീക്കോ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ പേര് കാണുകയാണ്. മുസ്തഫ സീക്കോ അവർക്ക് സമനില കൊടുക്കണം. നല്ല ക്രോസ് ആയിരുന്നു. പിന്നെ സാലയുടെ ഒരു 1-2 ഫിനിഷും. സാലയ്ക്ക് പിന്നെ വളരെ ഈഗോ ഉള്ള കളിക്കാരനാണ്. അപ്പൊ എംബാപ്പെ, മെസ്സി, ഹാളൻഡ് ഇവരൊക്കെ ഗോൾ അടിക്കുന്നത് കാണുമ്പോൾ താൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു മികച്ച ഗോള് തന്നെയായിരുന്നു. പിന്നെ സാല തന്നെയാണ് ഒന്ന് സെറ്റപ്പ് ചെയ്തത് മൂന്നാമത്തെ ഗോളും. സാലയുടെ കോർണറിനായിരുന്നു. അപ്പൊ അതും നല്ലൊരു ഹെഡറായിരുന്നു ട്രെസിഗോയുടെ. അപ്പൊ അത് നല്ലൊരു വിജയം തന്നെ. ന്യൂസിലൻഡ് നന്നായി കളിച്ചു, അവർക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. അവരെന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഈ ലോകകപ്പിൽ. അവർ അത്രയും നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷെ അർഹിച്ചൊരു ജയം തന്നെയാണ് ഈജിപ്തിന്. അവരിനിപ്പോ മുന്നോട്ട് പോവാൻ ഏകദേശം ഉറപ്പാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത്. സ്പെയിൻ ഇന്നലെ ദിലീപ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് വേറൊരു കളിയായിരിക്കും പുറത്തെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ഡോമിനന്റ് ആയിട്ട് അവസാനം വരെ കളിച്ചു. ഒരു ദയ കാണിച്ചു. അത് സൗദി അറേബ്യ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷ അത്ര നന്നായിട്ട് കളിച്ചതുമില്ല. അതെ, അത് 23 മിനിറ്റിൽ കളി കഴിഞ്ഞല്ലേ. 3-0 ആയപ്പോ പിന്നെ ഹാഫ് ടൈമിൽ തന്നെ യമാലിനെ മാറ്റി ബാക്കി കളിക്കാർക്ക് കുറച്ച് ചാൻസ് കൊടുക്കുക. പിന്നെ കുറെ ചാൻസ് പാഴാക്കുകയും ചെയ്തു. അവസാനത്തെ ഒരു 25 മിനിറ്റ് സ്പെയിൻ ശരിക്കും കളിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെയാണ് സൗദി അറേബ്യക്ക് കുറച്ചെങ്കിലും ബോൾ കിട്ടേണ്ടത് ആ സമയത്ത്. പക്ഷെ സ്പെയിൻ ഇപ്പോ ഇന്നലത്തെ കളിന്ന് കണ്ടത് അവർക്ക് ഇഷ്ടം പോലെ ഇൻ റിസർവ് ഉണ്ട്. പക്ഷെ ഈ ഒരു കളി ഒരു ഗൈഡും അല്ല അവരുടെ ക്വാളിറ്റിയെ പറ്റി. എന്ന് വെച്ചാൽ സൗദി അറേബ്യ അത്രയും മോശമായിരുന്നു. ഈ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വയെ, കേപ്പ് വെർദെ പിടിച്ചു കിട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ പ്രതീക്ഷേനേക്കാളിലും മികച്ച കളിയായിരുന്നു. അതിനകത്ത് ഉറുഗ്വയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മാർസലോ ബിയൽസയ്ക്ക് മുടി ഇല്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ അത് പറിച്ച് കളിയായിരുന്നു ശരിക്കും. അത്ര ആദ്യത്തെ ഗോളിന്റെ ഡിഫെൻസീവ് വാൾ എന്ന് പറയാനൊരു കാരണം ഉണ്ട്. അവര് നിങ്ങൾ അടുത്തിങ്ങനെ നിൽക്കണം. ഇതിങ്ങനെ റെഡ് സീ പാർട്ടി ചെയ്യണ പോലെ 2 ഡിഫൻഡേഴ്സ് 2 വഴിക്ക് പോയി ആ ഗ്യാപ്പ്. അത് ഒരിക്കലും ഗോളാവാൻ പാടില്ല. നല്ല ശക്തിയിൽ അടിച്ചു, പക്ഷെ ആ വാൾ തടുക്കേണ്ട ഷോട്ട് ലോ ഷോട്ടാണ്. കെവിൻ പീഞ്ഞ റഷ്യയിൽ ക്രാസ്നഡോറിന് കളിക്കുന്ന കളിക്കാരൻ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഉറുഗ്വേ തിരിച്ചു വന്നു. നല്ല ഒന്ന് റിയാക്ഷൻ ഗോളായിരുന്നു മറ്റേ അറാഹോന്റെ. പിന്നെ കനോബിയോ നല്ലൊരു ഫിനിഷ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇനി പോയിട്ട് ജയിക്കും. പക്ഷെ പിന്നെ ആദ്യം ഒരു ഭയങ്കര മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ബോക്സിന്റെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ ഒരിക്കലും സ്ക്വയർ പാസ് കൊടുക്കരുത്. ഒന്നുമില്ലേ മുന്നോട്ട് ഡയഗണലായി കൊടുക്കണം, അല്ലെങ്കിൽ ഡൗൺ ദ ലൈൻ കൊടുക്കണം. ഇത് ഒരു തീരെ ആലോചിക്കാതെ ഒരു സ്ക്വയർ പാസ് കൊടുക്കണു. അത് ഗോൾ അടിക്കണതിന്റെ പേര് വെരേല എന്ന് പറയുന്നത് ഉറുഗ്വേ ഫുട്ബോൾ ചരിത്രത്തിലത്തെ ഏറ്റവും വലിയ പേരാണ്. ഒബ്ദുലിയോ വെരേല അവരുടെ 50-ൽ അവർ ബ്രസീലിനെ കരയിപ്പിച്ച വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആയിരുന്നു. എൽ നെഗ്രോ ഹെഫെ ദ ബ്ലാക്ക് ചീഫ് എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പേരുള്ള ഒരു കളിക്കാരൻ നിങ്ങളുടെ ലോകകപ്പ് ഏകദേശം അവസാനിപ്പിച്ച പോലെയാണ് ശരിക്കും. ഇനിയിപ്പോ അവർക്ക് സ്പെയിനിനെ പോയി തോൽപ്പിക്കണം മുന്നോട്ട് പോകണമെങ്കിൽ. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ. ഈ ബെൽജിയം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് വന്നില്ല. ഒരു കളി നല്ല കളിയായിരുന്നു. എന്നാൽ പോലും ബെൽജിയത്തിന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നു ബെൽജിയം ഒരു ഫേഡിങ് ഔട്ട് ആയിട്ടുള്ള ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? മോശം കളിയായിരുന്നു. ഇപ്പൊ 2 കാരണം. അതിനൊന്ന് ലുക്കാക്കുവിന്റെ ഫിറ്റ്നസ്. കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വന്നത്. ഇത്തവണ ഡോക്കുവിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയത് കാരണം ലുക്കാക്കുവിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ ലുക്കാക്കുവിന് 0 മാച്ച് ഫിറ്റ്നസ് ആണ്. ഈ സീസൺ ആകപ്പാട് 7 കളിയാണ് നാപ്പോളിക്ക് കളിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഷാർപ്നെസ് ഒന്നും ഇല്ലാത്തൊരു കളിക്കാർ. അത് പല സിറ്റുവേഷനും
നമ്മൾ കണ്ടു. പഴയ ഒരു ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ലുക്ക് ആക്കുവാണെങ്കിൽ അത് ഗോളാണ്. അതേപോലെ പക്ഷെ വേറെ പല വലിയ കളിക്കാർ, ഇപ്പൊ ട്രോസാർഡ് ആയാലും ഡിബ്രോയിൻ ആയാലും ഇവർക്കൊന്നും ചാൻസസ് ഉണ്ടായിരുന്നു, ഹാഫ് ചാൻസസ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ മറ്റു ഭാഗത്ത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ബിയറൻ വാൻഡ്, അവരുടെ ഗോൾ കീപ്പർ. അത് ഈ ഒരിക്കൽ ഹോസെ മൊറീനിയോ ഫുട്ബോൾ ഹെറിറ്റേജ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഹെറിറ്റേജ് നമ്മൾ ഇന്നലെ ശരിക്കും കണ്ടു ഇറാന്റെ കാര്യത്തിൽ. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് എല്ലാ കാലത്തും ഏഷ്യയിലത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം നാസർ ഹിജാസി എന്ന് പറഞ്ഞിട്ട് 78 ലോകകപ്പിൽ കളിച്ച കളിക്കാരൻ. അദ്ദേഹം കുറച്ചു കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരെ സ്കൗട്ട് ചെയ്തു. മരിക്കാൻ കിടക്കുമ്പോൾ, ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സർ അലക്സ് ഫെർഗുസൺ വരെ ഒരു ഗെറ്റ് വെൽ സൂൺ കാർഡ് അയച്ചതാണ് 2010. അത് കഴിഞ്ഞിട്ട് അബദ്സാദെ എന്ന് പറഞ്ഞിട്ട് 90 ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയപ്പോൾ 2 പെനൽറ്റി സേവ് ചെയ്ത കീപ്പർ. അദ്ദേഹം ഒരു 79 കളിയായിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബിയറൻ വാൻഡ് മൂന്നാമത്തെ ലോകകപ്പിൽ 4ാമത്തെ. അപ്പൊ അത് ഭയങ്കര ഒരു പാരമ്പര്യമാണ് ശരിക്കും അവരുടെ ഗോൾ കീപ്പേഴ്സ്. അത് അങ്ങനത്തെ സേവ് ആയിരുന്നു, ഒരു ലോ സേവ് ഗ്രൗണ്ടിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട്. അതൊക്കെ അൺബിലീവബിൾ സ്റ്റോപ്പ് ആയിരുന്നു ശരിക്കും.